ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ അതല്ലെങ്കിൽ ASB എന്ന് പറയുന്ന പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ASB ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഓൺ 21 ഏപ്രിൽ 1977 ആണ്. ഇന്ത്യയിലുള്ള അക്കൗണ്ടിങ്ങിൻ്റെ പല പോളിസീസുകളും അതേപോലെ തന്നെ പ്രാക്ടീസസും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസീസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒറ്റ കുടക്കയിലാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ ഈസ് സെറ്റപ്പ് ബൈ കൗൺസിൽ ഓഫ് ICAI, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്തത്, ഇതിൻ്റെ കൗൺസിലാണ് ഇത് സെറ്റപ്പ് ചെയ്തത്. അതായത് ഇറ്റ് ഈസ് ICAI എന്ന് പറയുന്നത് വൺ ഓഫ് ദി മെമ്പർ ഓഫ് എന്താണ് IASC ആണ്. അതായത് IASC എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ്. അതിൻ്റെ ഒരു മെമ്പറാണ് ആര്, ICAI. ഇതാണ് എന്ത് സെറ്റപ്പ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്യുന്നത്. 1977 ഏപ്രിൽ 21 എന്ത് ചെയ്യുന്നത്, ഇതിനെ സെറ്റപ്പ് ചെയ്യുന്നത്. ICAI മെയിൻലി ട്രൈസ് ടു ഇൻകോർപ്പറേറ്റ് ദി ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ ഇൻ ദി ലൈറ്റ് ഓഫ് പ്രസന്റ് കണ്ടീഷൻസ് ആൻഡ് പ്രാക്ടീസസ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലവിലുള്ള കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിനെ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എന്ത് ട്രൈ ചെയ്യുന്നത്, ICAI ട്രൈ ചെയ്യുന്നത്. The next we are discussing about what are the objectives of Accounting Standard Board of India. First one ആണ് to determine the areas in which standards needs to be developed. ഏത് ഏരിയയിലാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് വരുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ വരുന്നത് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോം ചെയ്യുക എന്നുള്ളതും ASBയുടെ എന്താണ് ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വരുന്നത് ടു റിവ്യൂ ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ റിവ്യൂ ചെയ്യുക എന്നുള്ളതും മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ദെൻ നാലാമത്തെ വരുന്നത് ടു പ്രൊവൈഡ് ഫ്രം ടൈം ടു ടൈം ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഗൈഡൻസ് ഓൺ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ടൈം ടു ടൈം ആയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഗൈഡൻസ് നൽകുവാനും മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തത് ടു ഗിവ് ക്ലാരിഫിക്കേഷൻ ഓൺ ഇഷ്യൂ അറൈസിങ് ദർ ഫ്രം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ നൽകുക എന്നുള്ളതും എന്താണ് ഈ ഒരു ASBയുടെ ഒബ്ജക്റ്റീവാണ്. ദെൻ നെക്സ്റ്റ് ടു ക്യാരി ഔട്ട് സച്ച് അതർ ഫങ്ഷൻസ് റിലേറ്റിംഗ് ടു AS. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ടുള്ള മറ്റുള്ള എല്ലാ ഫംഗ്ഷനും ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. The next, what are the functions of ASB? Accounting Standard Board of India functions എന്തൊക്കെയാണെന്ന് നോക്കാം. First one, consider laws, customs, usage and business environment prevailing in India. While setup or preparing an ASB accounting standard, the ASB should consider the laws, customs, usage and business environment prevailing in India. ബിസിനസ് എൻവയോൺമെൻറ്റ് അതേപോലെ തന്നെ പ്രിവെയിലിംഗ് ലോസും അതേപോലെ കസ്റ്റംസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഓക്കെ, ASB എന്ത് ചെയ്യണം, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് IASBയെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതും മറ്റൊരു എന്താണ് ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് ടു പെർസ്യൂഡ് ദി കൺസേൺഡ് പാർട്ടീസ് ടു അഡോപ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദി പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യുക, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ സ്ഥാപനങ്ങളെയും എന്ത് ചെയ്യണം, ഓരോ പാർട്ടീസിനെയും പെർസ്യൂ ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഇത് വരുന്നത് ഫങ്ഷൻസ് ഓഫ് ASB വരുന്നത്. ദെൻ നെക്സ്റ്റ് നാലാമത്തത് ടു പ്രൊവൈഡ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഗൈഡൻസ് ഓൺ ഇഷ്യൂ അറൈസിങ് ഫ്രം AS. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും അതേപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇൻ്റർപ്രിട്ടേഷനും അതേപോലെ തന്നെ ഗൈഡൻസും കുറക്കുക എന്നുള്ളതാണ് മറ്റൊരു എന്ത് വരുന്നത് ഫംഗ്ഷൻ വരുന്നത്. ദെൻ ലാസ്റ്റ് ഫംഗ്ഷൻ വരുന്നത് ടു റിവ്യൂ ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പീരിയോഡിക്കലി എന്ത് ചെയ്യണം, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ റിവ്യൂ ചെയ്യണം. അതേപോലെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനെ റിവൈസ് ചെയ്യുകയും വേണം. ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് ASB അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. Next we are discussing need and importance of global accounting standard. Global accounting standard inde
ആവശ്യകതയും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്, അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് MNCs, ദറ്റ് ഈസ് മൾട്ടിനാഷണൽ കമ്പനീസ്. മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ കേസിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിൽക്കുന്ന കൺട്രിയുടെയും അതേപോലെ അത് പ്രവർത്തിക്കുന്ന മറ്റുള്ള കൺട്രികളുടെയും സ്റ്റാൻഡേർഡുകളും മറ്റുള്ള അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന പ്രൊസീജിയേഴ്സും പോളിസീസും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കേസിലാണെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും, പാരന്റ് കൺട്രിയുടെ ആ ഒരു പോളിസിയും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും, ബേസ് ചെയ്തുകൊണ്ടാണ് അക്കൗണ്ട്സ് കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം കേസിൽ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യും, ആ ഒരു MNCയെ മൾട്ടിനാഷണൽ കമ്പനിയെ ഹെൽപ്പ് ചെയ്യും. എന്തിൽ, വൺ യൂണിഫോം എന്ത് മാത്രമേ ഉണ്ടാവും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാത്രമേ ഉണ്ടാകും. അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒന്നാമത്തത്, ഡെവലപ്മെൻറ്റ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ്. ഓക്കെ, അതിൻ്റെ ഒരു നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് വരുന്നത് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഡെവലപ്മെൻറ്റ് സാധ്യമാകും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തത് ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ആണ് മറ്റൊന്ന് വരുന്നത്. അതായത് ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ജനറലി ഫേംസ് ആർ റേസിംഗ് ഫണ്ട് ഫ്രം നോട്ട് ഓൺലി ഡൊമസ്റ്റിക് കൺട്രീസ് ബട്ട് ഫ്രം ഫോറിൻ കൺട്രീസ് ഓൾസോ. ഇൻ ദിസ് കേസ് ഫേം ഹാവ് ടു റീഡ്രാഫ്റ്റ് ഓർ restate the financial statement in order to raise the capital from foreign countries. Global accounting standard will provide accounting data or statement regarding the information which is needed by the foreign countries. The next third one ആണ് legislative requirements എന്ന് പറയുന്നത്. Multiplicity of accounting standard will against the public interest. പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ് എന്ത് വരുന്നത്, ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ ഈ ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലൂടെ എന്തുണ്ടാക്കാൻ സാധിക്കും, ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഹാർമോണിയസ് ബിറ്റ്വീൻ ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതിലൂടെ സാധിക്കും, ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലൂടെ സാധ്യമാകും. നെക്സ്റ്റ് വൺ ആണ് സേവിങ് ടൈം ആൻഡ് കോസ്റ്റ്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഡിഫറെൻറ്റ് കൺട്രീസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്തുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ടൈം ആൻഡ് കോസ്റ്റ് എന്തിലൂടെ എലിമിനേറ്റ് ചെയ്യുവാൻ സാധിക്കും, ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലൂടെ എലിമിനേറ്റ് ചെയ്യുവാൻ സാധിക്കും. നെക്സ്റ്റ് അഞ്ചാമത്തത് ബെറ്റർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ്സ് ബെറ്റർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. അതായത് ഇൻ ദി കേസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സ്റ്റഡി ബിക്കംസ് ഫീസിബിൾ, മീനിങ്ഫുൾ ആൻഡ് എഫക്റ്റീവ് when organization follow general policies or global accounting standards. Okay, the next one ആണ് increasing investor confidence. അതായത് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻറ്റിനെ ഇൻക്രീസ് ചെയ്യും. That is, it allows investors better understandable of financial statement and have more faith on the റിപ്പോർട്ടഡ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്. ഓക്കെ, ഇതാണ് മറ്റൊന്ന് വരുന്നത്. ആറാമത്തത് ഇൻക്രീസിങ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് വരുന്നത് ഈസ് ഇൻ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് സാധാരണ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പോളിസീസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന സമയത്ത് അവിടെ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്തായിരിക്കും, വെരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇറ്റ് അവോയ്ഡ് ദി ഡിഫറെൻറ്റ് ഡൈവേഴ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, these are the need and importance of global accounting standard.